സ്വർണം ഇടാത്തത് കൊണ്ട് മാത്രം ഒരു വിവാഹം ലളിതമാകില്ല. ആഡംബരം കഴുത്തിൽ നിന്ന് മാറി സ്റ്റേജിലേക്ക് പോയാൽ അതിനെ എന്താണ് ലാളിത്യം എന്ന് വിളിക്കുന്നത്? ഇന്ന് സോഷ്യൽ മീഡിയയിൽ പലരും ഒരു വിവാഹത്തെ മാതൃകയാക്കി ആഘോഷിക്കുകയാണ്. കാരണം വധു സ്വർണ്ണാഭരണങ്ങൾ ധരിച്ചിരുന്നില്ല, മൈലാഞ്ചി ഇട്ടിരുന്നില്ല. പക്ഷേ ഒരു ചോദ്യം ചോദിക്കട്ടെ, സ്വർണം ഒഴിവാക്കിയാൽ മാത്രം വിവാഹം ലളിതമാകുമോ? ആ വിവാഹത്തിലെ സ്റ്റേജ് നോക്കൂ, ഡെക്കറേഷൻ നോക്കൂ, ലൈറ്റിംഗ് നോക്കൂ, വസ്ത്രങ്ങൾ നോക്കൂ, മുഴുവൻ സെറ്റപ്പ് നോക്കൂ. ലക്ഷങ്ങൾ ചെലവഴിക്കുന്ന ആഡംബരം അവിടെയുണ്ട്. അപ്പോൾ കഴുത്തിൽ സ്വർണമില്ലെന്ന ഒറ്റ കാരണത്താൽ അതിനെ ലളിത വിവാഹത്തിൻ്റെ മാതൃകയാക്കുന്നത് യാഥാർത്ഥ്യത്തെ മറച്ചു വെക്കുന്നതല്ലേ? ലാളിത്യം എന്നത് സ്വർണം ഒഴിവാക്കുന്നതിൽ മാത്രം ഒതുങ്ങുന്ന കാര്യമല്ല. അനാവശ്യ ചെലവുകൾ കുറക്കുക, പ്രദർശനം കുറക്കുക, മറ്റുള്ളവരെ മത്സരത്തിലേക്ക് തള്ളിവിടാതെ ഒരു വിവാഹം നടത്തുക, അതാണ് യഥാർത്ഥ ലാളിത്യം. ആഡംബരം ഒരു രൂപത്തിൽ നിന്ന് മറ്റൊരു രൂപത്തിലേക്ക് മാറിയാൽ അതിനെ ലാളിത്യം എന്ന് വിളിക്കാൻ കഴിയില്ല. സ്വർണം ധരിക്കണമോ വേണ്ടയോ എന്നത് ഓരോ വ്യക്തിയുടെയും സ്വാതന്ത്ര്യമാണ്. അതിനെ ആരും ചോദ്യം ചെയ്യേണ്ടതില്ല. പക്ഷേ സ്വർണം മാത്രം ഒഴിവാക്കി ബാക്കി എല്ലാ ആഡംബരവും നിലനിർത്തി ഒരു വിവാഹത്തെ സമൂഹത്തിന് മാതൃകയാണെന്ന് പറയുമ്പോൾ അതിനെ വിമർശിക്കാനും ചോദ്യം ചെയ്യാനും അവകാശമുണ്ട്. അതിനാൽ മാതൃകയാക്കേണ്ടത് സ്വർണമില്ലാത്ത വിവാഹം മാത്രമല്ല, അനാവശ്യ ചെലവുകൾ കുറച്ച, പ്രദർശനത്തേക്കാൾ ബന്ധങ്ങൾക്ക് വില കൊടുത്ത, സാധാരണക്കാർക്കും പ്രചോദനമാകുന്ന വിവാഹങ്ങളെയാണ്. യഥാർത്ഥ മാറ്റം അവിടെയാണ് ആരംഭിക്കുന്നത്.